ഓഫീസേഴ്സ് ഡ്യൂട്ടിയുടെ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് ജിത്തു വർഷപ്പ് പൊട്ടിക്കരയുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ ഇമോഷണൽ വ്യക്തിയാണ്. പുള്ളി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി. അല്ല, കാരണം പുള്ളി, എനിക്ക് തോന്നുന്നു പുള്ളിയുടെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. പുള്ളിയും ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്തിൻ്റെ ഏട്ടനായിരുന്നു. പുള്ളി സിനിമ എന്ന് പറയുന്ന ഒരൊറ്റ സ്വപ്നത്തിൽ കാണുന്ന ആളാണ്. എത്ര വർഷമായിട്ട് എനിക്കൊന്ന് ബ്ലസ്സി സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് കയറിയാണ്. ഇത്രയും വർഷം ആ സിനിമ എന്ന് പറഞ്ഞ പാഷൻ്റെ പുറകെ നടന്ന ആളാണ്. പുള്ളിക്ക് ഇമോഷൻ ആവാം ഫസ്റ്റ് പടം ഇത്രയും നാളും കഴിഞ്ഞ്, അതും നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടുമ്പോൾ അറിയാതെ പെട്ടുപോകും. അത് ചാക്കോച്ചനായിട്ട് കെട്ടിപ്പിടിക്കുന്ന ഒരു സീനാണ്. ചാക്കോച്ചനും ഭയങ്കര ഇമോഷണൽ. പുള്ളി പെട്ടുപോയി, പുള്ളിക്ക് ഇമോഷൻ തടുക്കാൻ പറ്റാതെ കരഞ്ഞുപോയി. ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നു, വന്ന് കെട്ടിപ്പിടിച്ച് അപ്പുറത്താളുടെ ദേഹത്തോടൊക്കെ ചായ പോയെന്ന് തോന്നുന്നു. ഈ ചാക്കോച്ചനും എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അദ്ദേഹം ഇതുവരെ ചെയ്തു വെച്ചിട്ടൊരു അത് കരിയർ ബെസ്റ്റ് ഒരു പടം തന്നെയാണ്. അപ്പോൾ ചാക്കോച്ചന് ഏറ്റവും നല്ല പെർഫോമൻസ്. ഞാൻ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചിലാണെങ്കിലും മ്യൂസിക് ലോഞ്ചിലാണെങ്കിലും ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം ചാക്കോച്ചൻ്റെ പെർഫോമൻസ് ആണ്. അത് അദ്ദേഹം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഈ ഡ്രഗ് യൂസിൻ്റെ കാര്യങ്ങൾ പറയും ഇത് എഴുതുമ്പോഴത്തേക്കും ഇത് ഒരുപാട് കാണിക്കുന്നുള്ളതുകൊണ്ട് ഇത് യുവാക്കൾക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ഒരു പ്രൊമോട്ടിങ് ഇതാവോ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, ക്യാരക്ടേഴ്സ് എന്താണെന്ന് നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ. അവരുപയോഗിച്ചിട്ട് അവരുടെ പ്രവൃത്തിയാണല്ലോ നെഗറ്റീവ് ആണെന്ന് ജനത്തിന് മനസ്സിലാവേണ്ടത്. കഴിഞ്ഞ ഒരു പ്രസ് മീറ്റ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മോനോട് ഞാനത് പറയാറുള്ളതാണ്. കാരണം നമ്മളിത് കാണുന്നതാണ്, ഭയങ്കര അനുഭവങ്ങളാണ്. ഒരു പുതിയ പടത്തിൻ്റെ ആവശ്യമായിട്ട് നമ്മൾ ചില ദൃശ്യമായിട്ട് ഒരാളെ കണ്ടപ്പം ആ പുള്ളിക്കാരൻ ഒരു പെൺകുട്ടിയുടെ പടം കാണിച്ചു തന്നു. ഒരു 6 മാസത്തെ ഗ്യാപ്പ്. അതിസുന്ദരിയായ ഒരു പെൺകുട്ടി 6 മാസത്തെ എന്താ പറഞ്ഞാൽ മറ്റേ കെമിക്കൽ ഡ്രഗ്സ് ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടി വരും. അതേ കണക്കത്തെ രൂപമാറ്റമായിപ്പോയി. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് നല്ല ഭയമാണ്. നമ്മുടെ കുട്ടികൾക്ക് അത് വരിക എന്ന് പറയുന്നത് അത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന ഒരേ ഒരു കാര്യമുള്ളൂ പറയത്തുള്ള, പഠിച്ചാലും ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല, ഇതൊഴിച്ച് ഈ പരിപാടിക്ക് പോകരുത് പ്ലീസ് എന്ന് പറയാം.